ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ് ഓഫ് ലൈൻ അല്ലേ. ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ കുറേ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ലൈൻ ഉണ്ട്. അതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുവാണെങ്കിൽ എത്ര ഫോംസ് ഓഫ് ഇക്വേഷൻ ഉണ്ട്? ദേ ഇവിടെ നോക്കടാ, മൊത്തം 6 ടൈപ്പ് ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടൈപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, പോയിന്റ് സ്ലോപ്പ് ഫോമാണ്. നോക്കിയടാ, പോയിന്റ് സ്ലോപ്പ് ഫോമാണ്. ആ പോയിന്റ് സ്ലോപ്പ് ഫോം എന്തായാലും പഠിച്ചിരിക്കണം. അതെന്താണ് കാര്യമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. കാര്യം അത് അവസാനം മാത്രമേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടല്ലോ. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ബാക്കി എല്ലാം ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് എന്തുകൊണ്ടാണ് പോയിന്റ് സ്ലോപ്പ് ഫോം പഠിക്കണമെന്നും കൂടി ഞാൻ മെൻഷൻ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓരോ ഫോമുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. എന്താണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ? ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന വരകളില്ലേ, ഇങ്ങനെ വരയ്ക്കുന്ന, അതായത് സമാന്തരം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ നോട്ട് ബുക്കിലെ പേജുകൾ പോലെ വരയ്ക്കുന്ന വര, നോട്ട് ബുക്കിലെ റോകൾ പോലെ വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ ലൈനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നോക്കണം. ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് നമ്മുടെ വൈ ആക്സിസ്. അതായത് ഹൊറിസോണ്ടൽ ലൈൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയത്, ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ലൈനുകൾ പോകുന്നത്. ഈ ഹൊറിസോണ്ടൽ ലൈനുകൾ ആർക്ക് പാരലായിട്ടാണ് പോകുന്നത്? എക്സിന് പാരലായിട്ടാണ് അല്ലേ പോകുന്നത്, എക്സ് ആക്സിസിന് പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കേണ്ട കാര്യം എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ്. എന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് എന്ത് പോകുന്നത്? ഹൊറിസോണ്ടൽ ലൈൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ പറയുമെന്ന് പറയട്ടെ. വളരെ സിമ്പിൾ, അതും ഭയങ്കര സിമ്പിളാണ്. ഇതേ നോക്കടാ, ഞാനൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇവിടെ നോക്ക്, വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ ഓരോ പോയിന്റുകൾ എഴുതാം. വൈയിലെ ഓരോ പോയിന്റുകൾ എഴുതുവാണ്. 1, 2, 3. അടുത്തത് -1, -2. അയ്യോ, ഏതായിരുന്നു -1? മുകളിലല്ലേ -1, താഴെയല്ലേ -1. -1, -2, -3. മുകളിൽ എന്താണ്? 1, 2, 3. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ വരച്ച ലൈനുകൾ എന്താണ്? എക്സിന് പാരലായിട്ട് പോകണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിവിടെ എക്സിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുവാണ്. എക്സിന് പാരലായിട്ട് ഞാൻ ഈ 2-ൽ കൂടി ഒരു ലൈൻ വരച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുമ്പോൾ അത് എക്സിന് പാരലായിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, അത് വൈ ആക്സിസിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്. നോക്കിയാൽ അത് വൈയിൽ 2-ൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ലൈനിന് എങ്ങനെ പേര് കൊടുക്കണമെന്ന് അറിയാമോ? വളരെ സിമ്പിൾ. വൈയിലെ 2-ൽ കൂടി പോകുന്നതുകൊണ്ട് y = 2 എന്ന് കൊടുക്കും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ നോക്കിയേ, ഞാൻ വേറൊരു ലൈൻ വരച്ചു. അത് y = എവിടെ കൂടിയാണ് പോയത്? 3-ൽ കൂടിയല്ലേ പോയത്. അതായത് വൈ ആക്സിസിലെ 3-ൽ കൂടി പോയി. അതുകൊണ്ട് ആ ലൈനിൻ്റെ പേര് y = 3. സിമ്പിൾ. ഞാൻ വേറൊരു ലൈൻ എടുത്തു, എക്സിന് പാരലാണ്, അതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈനാണ്. അത് വൈ ആക്സിസിൽ ടച്ച് ചെയ്താണ് പോയത്. വൈയിൽ ഏത് പോയിന്റിൽ ടച്ച് ചെയ്താൽ പോയത്? y = -1 അല്ലേ? y = -1. y = -1-ലൂടെയാണ് പോയത്. ഈ ലൈൻ നോക്കി, ഈ ലൈൻ നോക്കിയേ, ഇത് എക്സിന് പാരലായിട്ടാണ് പോയത്. വൈയിൽ ടച്ച് ചെയ്താണ് പോയത്. വൈയിൽ ഏത് പോയിന്റിലൂടെയാണ് പോയത്? -3. അപ്പോൾ ഈ ലൈനിൻ്റെ പേരെന്താണ്? y = -3. സിമ്പിൾ. അപ്പോൾ എക്സിന് പാരലായിട്ട് പോകുന്ന ലൈനുകളെയാണ് ഹൊറിസോണ്ടൽ ലൈനുകൾ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് y = എന്താണോ നമ്മളുടെ നമ്പർ, ആ നമ്പർ അങ്ങോട്ട് എഴുതിയാൽ മതി. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? y = k. ഈ ഒരു ഫോമിലായിരിക്കും ഹൊറിസോണ്ടൽ ലൈനുകളുടെ ഇക്വേഷൻ. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞേടാ. നോക്കിയേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 0, 7 ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ്. സിമ്പിൾ. ഇതേ നോക്കടാ, ഒരു ലൈൻ വരയ്ക്കുക. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. പാസിംഗ് ത്രൂ 0, 7 ആണ്. 0, 7 എന്ന് പറഞ്ഞാൽ എക്സിൽ 0-ഉം വൈയിൽ 7-ഉം. അതെവിടെ വരും? 1, 2, 3, 4, 5, 6. പിന്നെ എന്താണ്? 4, 5, 6, 7, 8 എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ 0, 7 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? 0, 7 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണല്ലേ വരുന്നത്. 0, 7 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇതല്ലേ 0, 7 എന്ന് പറയുന്ന പോയിന്റ്? ഇതാണ് 0, 7 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ലൈൻ പാസ് ചെയ്യുന്ന എവിടെ കൂടിയാണ്? 0, 7-ൽ കൂടിയാണ്. എക്സിന് പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ നമുക്കിതിന് പേര് കൊടുക്കണം. എക്സിന് പാരലായിട്ട് വൈയിൽ കൂടി പോകുന്നതുകൊണ്ട് ആ ലൈനിന് നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതും. ഏത് പോയിന്റിലൂടെയാണ് പോകുന്നത്? 7ലൂടെ അല്ലേ. അപ്പോൾ ഈ ലൈനിൻ്റെ പേരെന്താണ്? y ഈക്വൽ ടു 7. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി ഈ പോർഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്. കാര്യം എന്താണെന്ന് പറയാമോ? ഇവിടെ നോക്കും, വളരെ സിമ്പിൾ. നോക്കിയേ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ പറഞ്ഞത് എന്താ? ഇത് 1, ഇത് 2, 3, ഇത് -1, ഇത് -2, ഇത് -3 ആണെങ്കിൽ നോക്കിയേ, ഇത് 2ലൂടെ കടന്നു പോയാൽ ഇത് എവിടെ കൂടിയാണ് കടന്നു പോകുന്നത് അതനുസരിച്ചാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അതായത് y ഈക്വൽ ടു 2. ഇത് -3ലൂടെ കടന്നു പോയാൽ ഇതിന് നമ്മൾ y ഈക്വൽ ടു -3 എന്ന് കൊടുക്കും. നമുക്ക് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് ആക്സിസ് ഇവനല്ലേടാ, എക്സ് ആക്സിസ് ഇവനല്ലേ. ആ ലൈൻ എവിടെ കൂടിയാണ് കടന്നു പോയത്? 0ലൂടെയല്ലേ കടന്നു പോയത്. അപ്പോൾ ഈ ലൈനിൻ്റെ പേര് എങ്ങനെ എഴുതോടാ നമ്മൾ? y ഈക്വൽ ടു 0. സിമ്പിൾ അല്ലേ. വൈയിൽ 0ലൂടെയാണ് കടന്നു പോയത്. അപ്പോൾ ആ ലൈനിൻ്റെ പേരെന്താടാ? y ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ പേരെന്താടാ? y ഈക്വൽ ടു 0. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേടാ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞടാ? നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ. നമ്മൾ രണ്ടാമത്തേലേക്ക് പോവുകയാണ്, വെർട്ടിക്കൽ ലൈൻ കേട്ടോ. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പോകുന്ന ലൈനുകളാണ്. അപ്പോൾ എന്താ വെർട്ടിക്കൽ ലൈൻ? ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ കുത്തനെ ഇങ്ങനെ പോകുന്ന ലൈനുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വെർട്ടിക്കൽ ലൈനുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ വരയ്ക്കാം. എന്നാ പിടിച്ചോ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ലൈനുകൾ എങ്ങനെ പോകുമെന്ന് അറിയാമോ? അത് ഇങ്ങനെ. അപ്പോൾ ഈ ലൈനുകൾ ആർക്ക് പാരലാണ്? നിങ്ങൾ നോക്കിയേ, എക്സിന് പാരലാണോ? അല്ല, ഈ ലൈനുകൾ വൈ ആക്സിസിന് പാരലാണ്. ഈ ലൈനുകൾ. അപ്പോൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തേക്കണം എന്താണ്? പാരലൽ ടു വൈ ആക്സിസ്. സിമ്പിൾ. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ. എനിക്കിതിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ അല്ലേ. ഞാൻ എക്സ് ആക്സിസിലെ പോയിന്റുകൾ എഴുതുവാണ്. 1, 2, 3, 4, 5. -1, -2, -3, -4. ഓക്കെ, ഞാൻ ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. വൈക്ക് പാരലായിട്ടാണ് വെർട്ടിക്കൽ ലൈൻ പോകുന്നത്. വൈക്ക് പാരലായിട്ട് ഇതേ 2ൽ കൂടി പോയെന്ന് വിചാരിച്ചു. എന്താണ്? വൈക്ക് പാരലായിട്ട് ഇതേ 2ൽ കൂടി പോയെന്ന് വിചാരിച്ചു. വൈക്ക് പാരലായിട്ട് 2ൽ കൂടി പോയി അല്ലേ. അപ്പോൾ ഈ ലൈനിന് എങ്ങനെ പേരെഴുതും? ഇത് വൈക്ക് പാരലായിട്ടാണ് പോയത്, സമ്മതിച്ചു. പക്ഷെ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അവിടുത്തെ പേരാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ഈ എക്സ് ആക്സിസിൽ 2ൽ ടച്ച് ചെയ്താൽ പോയത്. അപ്പോൾ ഈ ലൈനിൻ്റെ പേര് എന്ത് എഴുതണം നമ്മൾ? എക്സ് ഈക്വൽ ടു 2. സിമ്പിൾ അല്ലേ. അപ്പോൾ നോക്കിയേ, എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതിൽ 4ൽ കൂടിയാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ലൈനിൻ്റെ പേര് നമ്മൾ എങ്ങനെ എഴുതൂടാ? എക്സ് ഈക്വൽ ടു 4. ഇവിടെ നോക്കിയേ, ഇത് -2ലൂടെ കടന്നു പോയെന്ന് വിചാരിച്ചോ. ഈ വൈ ആക്സിസിന് പാരലായിട്ട് എക്സിൻ്റെ -2ലൂടെ കടന്നുപോയി. അപ്പോൾ ഈ ലൈനിൻ്റെ പേര് എന്ത് എഴുതൂടാ? എക്സ് ഈക്വൽ ടു -2. ഒരെണ്ണം കൂടി പിടിച്ചേ. ഇവിടെ നോക്ക്, വൈ ആക്സിസിന് പാരലായിട്ട് എക്സ് -4ലൂടെ കടന്നുപോയി. അപ്പോൾ ഈ ലൈനിൻ്റെ പേര് എന്തെഴുതൂടാ? എക്സ് ഈക്വൽ ടു -4. സിമ്പിൾ. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുത്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 4, 0 ആൻഡ് പാരലൽ ടു വൈ ആക്സിസ്. എങ്ങനെ എഴുതാം? സിമ്പിൾ കാര്യം. ശ്രദ്ധിച്ചോ. ഇത് എക്സ്, ഇത് വൈ. 4, 0 എന്ന് പറയുന്ന പോയിന്റാണ് വേണ്ടത്. അതെവിടെ വരും? 1, 2, 3, 4, 5, -1, -2, -3, -4. 1, 2, 3, 4. -1, -2, -3, -4. എവിടെ വരും? പോയിന്റ് എവിടെ കൂടിയാണ് പാസ് ചെയ്യുന്നതെന്ന് പറയുന്നത്? 4, 0 എന്ന് പറയുമ്പോൾ എക്സിൽ 4, വൈയിൽ 0. അപ്പോൾ ഇത് തന്നെയല്ലേ പോയിന്റ്. ഇപ്പോൾ പോയിന്റിന്റെ പേര് എഴുതാം. ഇതാണ് 4, 0. 4, 0 പോകണം, വൈക്ക് പാരലായിരിക്കണം. അപ്പോൾ ലൈൻ ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. ഇത് വൈക്ക് പാരലായിട്ട് എക്സിലൂടെ 4ൽ കൂടി പോകുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 ആണ് ഇക്വേഷൻ. സിമ്പിൾ അല്ലേ. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ്. സിമ്പിൾ അല്ലേ. പറ, നിങ്ങൾ തന്നെ പറഞ്ഞു. നോക്കിയേ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നമ്മൾ ഇതിനൊരു പേര് കൊടുക്കാം അല്ലേ. ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഇത് -1 ആണ്, ഇത് -2 ആണ്, ഇത് -3 ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ എക്സ് 3ലൂടെ പോയി കഴിഞ്ഞാൽ ഇതിനെന്ത് പേര് പറയും? എക്സ് ഈക്വൽ ടു 3 എന്ന് പറയും. ഇത് -2ലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെന്ത് പേര് പറയും?
എക്സ് ഈക്വൽ ടു -2 എന്ന് പറയും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ അതേ വൈ ആക്സിസ് പോകുന്നത് എവിടെ കൂടിയാണെന്ന് നോക്കണം. വൈ ആക്സിസ് പോകുന്നത് എവിടെ കൂടിയാടാ? 0 അല്ലേ. നോക്കിയേ, വൈ ആക്സിസ് പോകുന്നത് എവിടെ കൂടിയാണ്? 0. അപ്പോൾ പേരെന്ത് കൊടുക്കൂടാ? എക്സ് ഈക്വൽ ടു 0. അപ്പോൾ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 0. സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ശ്രദ്ധിച്ചേ, എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വൈ ഈക്വൽ ടു 0 എന്നും വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്താണ് ഇപ്പോൾ? എക്സ് ഈക്വൽ ടു 0 എന്നും. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. മൂന്നാമത്തത് ഏതാണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. തുടങ്ങാം. ശ്രദ്ധിച്ചു, പോയിന്റ് സ്ലോപ്പ് ഫോം. ശ്രദ്ധിച്ചോ, പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു പോയിന്റും തരണം, ആ ലൈനിൻ്റെ സ്ലോപ്പും തരണം. അതായത് ഒരു ലൈനിൻ്റെ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തരണം. അതിനെ നമുക്ക് x1 y1 എന്ന് വിളിക്കാം. ആ ലൈനിൻ്റെ ഒരു സ്ലോപ്പും തരണം. ഒരു സ്ലോപ്പല്ല, ആ ലൈനിൻ്റെ സ്ലോപ്പ് തരണം. സ്ലോപ്പിനെ നമുക്ക് m എന്ന് വിളിക്കാം. അങ്ങനെ സ്ലോപ്പും പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതൊന്ന് കാണാതെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇത്രേ ഉള്ളൂ. എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ എക്സും വൈ ഒക്കെ എന്താണെന്ന്. എക്സും വൈയും നമ്മളുടെ ലൈനിൽ വേണ്ട വേരിയബിളുകളാണ്. ഇവിടുത്തെ x1 y1 ഇല്ലടാ, അതാണ് നമ്മളുടെ പാസിംഗ് പോയിന്റുകൾ. എന്താണ്? ഇവിടുത്തെ x1 y1 ഇല്ലേ, അതാണ് നമ്മളുടെ പാസിംഗ് പോയിന്റ്. എക്സും വൈയും അതുപോലെ തന്നെ നിർത്തിക്കൊള്ളണം. x1 y1 ആണ് പാസിംഗ് പോയിന്റ്. ഇവിടുത്തെ സ്ലോപ്പാണ് m. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങളുടെ സംശയം അങ്ങോട്ട് മാറിക്കോളും. ഇതേ ഒരു ലൈൻ, ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 3 2 3 ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്ലോപ്പ് ശ്രദ്ധിച്ചേ, ഇതിൻ്റെ സ്ലോപ്പ് ഞാൻ പറഞ്ഞു 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പോയിന്റും സ്ലോപ്പും തന്നിട്ടുള്ളത് കാരണം ഏത് ഫോം എടുക്കണം? ഈ പറഞ്ഞ പോയിന്റ് സ്ലോപ്പ് ഫോം എടുക്കണം. ഇവിടെ ഒരു പോയിന്റും സ്ലോപ്പും തന്നു. പോയിന്റും സ്ലോപ്പും തന്നാൽ പോയിന്റ് സ്ലോപ്പ് ഫോം എടുക്കണം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസിംഗ് പോയിന്റ് ആണ് x1 y1. മറന്നു പോരുത്, xy അല്ല, x1 y1. സ്ലോപ്പാണ് m. അപ്പോൾ ഇട്ട് കൊടുക്ക്, y അതുപോലെ തന്നെ ഇട്ടു. y1 എത്രയാടാ? 3 ഈക്വൽ ടു m ദേ കിടക്കുന്നു 5 ഇൻറ്റു എക്സ് അതുപോലെ തന്നെ x1 എത്രയാടാ? 2. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു ഈ 5 ഉള്ളിലേക്ക് പോട്ടെ, 5 ഇൻറ്റു എക്സ് 5x മൈനസ് 5 ഇൻറ്റു 2 10. ഇതെല്ലാം ഇപ്പുറത്തേക്ക് വരട്ടെ. y മൈനസ് 3 5x ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 5x മൈനസ് 10 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 10 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കുന്നത് നീറ്റാക്കി എഴുതാം അല്ലേ. y ഞാൻ ആദ്യം എഴുതി, മൈനസ് 5x ഞാൻ രണ്ടാമത് എഴുതി, പിന്നെ ഒരു മൈനസ് 3 ഉണ്ട്, പ്ലസ് 10 ഉണ്ട്, ഈക്വൽ ടു 0. അപ്പോൾ y മൈനസ് 5x മൈനസ് 3 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ പ്ലസ് 7 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. ഏതാണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. എന്താണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? പോയിന്റും തരും, സ്ലോപ്പും തരും. അങ്ങനെ പോയിന്റും സ്ലോപ്പും തന്നാൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപയോഗിച്ച് നമുക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നിർബന്ധമായിട്ടും ഇത് പഠിച്ചോളണം. ഓക്കെ, അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോമിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വളരെ സിമ്പിൾ. ഇതേ ചെയ്തു. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ -7 4. ക്വസ്റ്റ്യൻ നോക്കി, ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് -7 4 ആൻഡ് വിത്ത് സ്ലോപ്പ് 8. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ m എന്ന് കൊടുക്കാം അല്ലേ, 8. അപ്പോൾ പാസിംഗ് പോയിന്റ് x1 y1 ആണ്. ഇനി ഇക്വേഷൻ എന്താണ്? നമ്മൾ കാണാതെ പഠിച്ചതാണ്. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. സിമ്പിൾ കാര്യം അല്ലേ. ഇവിടുത്തെ y അതുപോലെ തന്നെ എടുത്തു, മൈനസ് y1 എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു
എക്സ് മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് അതുപോലെ തന്നെ എഴുതി. എക്സ് വൺ എത്രയാടാ? -7. അപ്പോൾ y-4 ഈക്വൽ ടു 8 ഇൻറ്റു എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. അപ്പോൾ x + 7 ഈ 8 ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ y-4 ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് 8x പ്ലസ് 8 ഇൻറ്റു 7 എത്രയാണ്? 56. ഓക്കെ അല്ലേ? അപ്പോൾ y-4 ഈക്വൽ ടു ഈ -8x ഇപ്പുറത്തേക്ക് വരട്ടെ, അപ്പോൾ -8x. ഈ 56 ഇപ്പുറത്തേക്ക് വരട്ടെ, അപ്പോൾ -56 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പോൾ ഈ -8x ഞാൻ അടുത്ത് എഴുതി. ഇവിടെ ഒരു -4ഉം -56ഉം, അപ്പോൾ -60 ആവും ഈക്വൽ ടു 0. ഒരു ലൈൻ്റെ ഇക്വേഷനായി. സിമ്പിൾ കാര്യം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചടാ? നിങ്ങൾ തന്നെ പറഞ്ഞേ. നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഹൊറിസോണ്ടൽ ലൈൻ പഠിച്ചു, വെർട്ടിക്കൽ ലൈൻ പഠിച്ചു, പോയിന്റ് സ്ലോ ഫോം പഠിച്ചു. അടുത്തത് 2 പോയിന്റ് ഫോം. പക്ഷേ 2 പോയിന്റ് ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ എന്തുപയോഗിച്ച് തന്നെ ചെയ്യാൻ പോകുന്നത്? 2 പോയിന്റ് സ്ലോ ഫോം വെച്ച് തന്നെ ചെയ്യാൻ പോകുന്നത്. ഇതിന് നിങ്ങൾ സെപ്പറേറ്റ് ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ല. 2 പോയിന്റ് ഫോം ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ, ഒന്നുമില്ല. അത് ഇവിടെ നോക്കൂ. അതായത് ഒരു 2 പോയിന്റ് ഫോം. ആ 2 പോയിന്റ് ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് ഒരു ലൈനിൻ്റെ 2 പോയിന്റുകൾ തരും. x1 y1ഉം x2 y2. എന്താണ്? x1 y1ഉം x2 y2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ. എടാ ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ? ഇവിടെ 2 പോയിന്റ് തരുന്നതുകൊണ്ടാണ് ഇതിനെ 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? നോക്കിയേ, ഒരു പോയിന്റ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ, x1 y1. ഒരു പോയിന്റും ഒരു സ്ലോപ്പും കിട്ടിയാൽ, നോക്കിയേ, സ്ലോപ്പും കിട്ടിയാൽ നേരത്തെ ചെയ്തത് വെച്ച് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കും. എടാ 2 പോയിന്റ് തന്നാൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വൈകൾ കുറച്ച് മുകളിൽ എഴുതുക. എന്താണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താണ്? വൈകൾ കുറച്ച് മുകളിൽ എഴുതുക ബൈ എക്സുകൾ കുറച്ച് താഴെ എഴുതുക. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് എഴുതിയാൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ എന്താണ്? പോയിന്റും സ്ലോപ്പ് ഫോം വെച്ച് നമുക്കത് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പുതിയ ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ല. ഇത് എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചാൽ, ഇവിടെ നോക്കി, എനിക്കൊരു പോയിന്റ് തന്നു, ഒരു ലൈൻ തന്നു. ആ ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ 2, 3, 5, 8. ഓക്കെ അല്ലേ? എനിക്ക് ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു? ഞാൻ ഇത് അങ്ങോട്ട് മാറ്റി വരച്ചു. എന്നിട്ട് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തോട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ 2, 3 എടുത്തു. നിങ്ങൾക്ക് ഇനി 5, 8 എടുക്കണമെങ്കിൽ നിങ്ങൾ 5, 8 എടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്യണമെങ്കിൽ പോയിന്റ് കിട്ടി, ഇനി സ്ലോപ്പ് കിട്ടണം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞത്? വൈകൾ കുറച്ച് മുകളിൽ എഴുതുക y2 - y1 ബൈ എക്സുകൾ കുറച്ച് താഴെ എഴുതുക x2 - x1. സിമ്പിൾ. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കുവാണ്. ഇവിടുത്തെ y 8, ഇവിടുത്തെ y 3. അപ്പോൾ 8 - 3 ബൈ ഇവിടുത്തെ x 5, ഇവിടുത്തെ x 2. അപ്പോൾ 5 - 2. ഓക്കെ അല്ലേ? 8 - 3 എത്രയാണ്? 5 ബൈ 5 - 2 എത്രയാണ്? 3. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 5/3. എത്രയാണ്? 5/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി. m ഈക്വൽ ടു 5/3. സിമ്പിൾ. പോയിന്റും സ്ലോപ്പും കിട്ടിയാൽ നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോം നമുക്കറിയാവുന്ന y-y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. അപ്പോൾ നോക്ക്, ഇത് x1 y1 ഇത് സ്ലോപ്പ്. അപ്പോൾ y - y1 എത്രയാടാ? 3 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ 5/3 ഇൻറ്റു x - x1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ y-3 ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ നോക്കിയേ, ഈ /3 താഴെയല്ലേ കിടക്കുന്നത്, അതായത് ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ. എടാ ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പോൾ 3 ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണോടാ? ഇൻറ്റു ചെയ്യണം. 3 ഇവിടെ ഡിവൈഡ് ചെയ്തു, ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ഇവിടെ എന്തുണ്ട്? y-3 ഈക്വൽ ടു 5 ഇൻറ്റു x - 2. ഓക്കെ അല്ലേ? ഇനി 3 ഉള്ളിലേക്ക് പോട്ടെ, അതുപോലെ 5ഉം ഉള്ളിലേക്ക് പോട്ടെ. അപ്പോൾ 3 ഇൻറ്റു y ചെയ്യുമ്പോൾ 3y മൈനസ് 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 9 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ 5x, 5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 10. സിമ്പിൾ. ഇനി ഇതെല്ലാം പെറുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 3y - 9, ഈ 5x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -5x, ഈ -10 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +10 ഈക്വൽ ടു 0. ഒന്ന് നീറ്റാക്കി എഴുതിയാൽ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. 3y, ഞാൻ അടുത്ത 5x എഴുതുവാണ്, -5x, പിന്നെ ഒരു -9 ഉണ്ട്, ഒരു +10 ഉണ്ട്, ഈക്വൽ ടു 0. അപ്പോൾ 3y - 5x + 1 ഈക്വൽ ടു 0. ഇതാണ് ഒരു ലൈൻ്റെ ഇക്വേഷൻ. ഇത്രേ ഉള്ളൂ. ഇതാണ് 2 പോയിന്റ് ഫോം എന്ന് പറയുന്നത്. 2 പോയിന്റ് തന്നാൽ ഇതുപോലെ ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേഗം ചെയ്ത് നോക്കാം. നോക്ക്, ഒരു ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റുകൾ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ത്രൂ ദ പോയിന്റ്സ് 1, 3 and 4, 7.
അപ്പോൾ നമുക്ക് 1 3 എന്ന് പറയുന്ന ഒരു പോയിന്റും പിന്നെ എന്താണ് 4 7 എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ. അപ്പോൾ ഞാൻ വേറൊരു ലൈൻ വരച്ചു. പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക 1 3. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം. സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നോക്ക്, ഇനി വൈകൾ കുറച്ച് മുകളിൽ എഴുതുക, എക്സുകൾ കുറച്ച് താഴെ എഴുതുക. ഇവിടുത്തെ y7, ഇവിടുത്തെ y3. അപ്പോൾ 7 മൈനസ് 3 ബൈ ഇവിടുത്തെ x4, ഇവിടുത്തെ x1. അപ്പോൾ 4 മൈനസ് 1. ഓക്കെ അല്ലേ? 7 മൈനസ് 3 4 മൈനസ് 1. 7 മൈനസ് 3 എത്രയാണ്? 4. 4 മൈനസ് 1 എത്രയാണ്? 3. അപ്പോൾ 4/3. അപ്പോൾ സ്ലോപ്പ് നമുക്ക് കിട്ടി. എത്രയാണ്? 4/3. ഇനി ഇക്വേഷൻ എഴുതിക്കോ. എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഇത് x1 y1, ഇത് m അല്ലേ. അപ്പോൾ y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 3, m എന്ന് പറഞ്ഞാൽ 4/3 ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ y മൈനസ് ഇനി ശ്രദ്ധിച്ചോ, ഈ 3 ഇപ്പുറത്തേക്ക് വരട്ടെ അല്ലേ. ഇവിടെ /3 ആണ്. അപ്പോൾ 3 ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു y മൈനസ് 3 എന്ന് വന്നു. ഇവിടെ ബാക്കി 4 ഉണ്ട്, എക്സ് മൈനസ് 1. ഈ 3 ഉള്ളിലേക്ക് കൊടുക്ക്. 3 ഇൻറ്റു y ചെയ്യുമ്പോൾ 3y മൈനസ് 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 9. ഈ 4 ഉള്ളിലേക്ക് പോട്ടെ. 4 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ 4x മൈനസ് 4 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 4. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കി, ഇനി ഇവരെല്ലാവരെയും പേർക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 3y മൈനസ് 9 ഇവിടെ ഉണ്ട്. ഈ 4x ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 4x, ഈ മൈനസ് 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 4 ഈക്വൽ ടു 0. ഒന്ന് നീറ്റാക്കാം. ഞാൻ ആദ്യം 3y എഴുതി. ഓക്കെ, ഈ മൈനസ് 4x ഞാൻ അടുത്ത് എഴുതി, മൈനസ് 4x. പിന്നെ ഒരു മൈനസ് 9 ഉണ്ട്, പ്ലസ് 4 ഉണ്ട്. അപ്പോൾ മൈനസ് 9 പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ 3y മൈനസ് 4x മൈനസ് 9 പ്ലസ് 4, ആൻസർ എത്ര വരും? മൈനസ് 5 ഈക്വൽ ടു 0. ഇത്ര ഉള്ളു കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 2 പോയിന്റ് ഫോമും കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഇവിടെ പറ. ഹൊറിസോണ്ടൽ കഴിഞ്ഞു, വെർട്ടിക്കൽ കഴിഞ്ഞു, പോയിന്റ് സ്ലോപ്പ് ഫോം കഴിഞ്ഞു, 2 പോയിന്റ് ഫോം നമ്മൾ ഇത് വെച്ച് തന്നെയാണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് ഏതാണ്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. എന്താണ്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. വേഗം വാ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തരും? നമുക്ക് സ്ലോപ്പ് തരും, പിന്നെ ഇന്റർസെപ്റ്റും തരും. സ്ലോപ്പ് നമുക്കറിയാം. എന്താണ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാലേ ശ്രദ്ധിച്ചോളാം. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും എടുത്തു. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഒരു ലൈൻ വരച്ചു. ആ ലൈൻ എക്സ് ആക്സിസിനെ കട്ട് ചെയ്താണ് പോകുന്നത്. ആ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് 2 0 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് എക്സ് ആക്സിസിനെ എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്? 2ൽ വെച്ചല്ലേ കട്ട് ചെയ്യുന്നത്. 0 വൈയുടെ കോർഡിനേറ്റ് എടുക്കണ്ട. എക്സ് ആക്സിസിനെ എവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത്? 2ൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. എക്സിനെ ഒരു ലൈൻ എവിടെ വെച്ചാണോ കട്ട് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. എന്താണ്? എവിടെ വെച്ചാണോ കട്ട് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് എക്സ് ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണ്? 2. ഇത്രേ ഉള്ളൂ. അടുത്തത് ഞാനൊരു വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈൻ എടുത്തു. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുവാണ് 0 4 ആണെന്ന് പറയട്ടെ. അപ്പോൾ ഇത് വൈ ആക്സിസ് ആണ്. എക്സ് 0 ആയതുകൊണ്ട് ഇവിടുത്തെ പോയിന്റ് 0 4. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് മാത്രം മതി നമുക്ക് 4 അല്ലേ. അതായത് വൈയിൽ 4ലൂടെയാണ് ഈ ലൈൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വൈയിൽ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് വൈ ഇന്റർസെപ്റ്റ്. എന്താണ്? വൈ ഇന്റർസെപ്റ്റ്. അപ്പോൾ ഇവിടുത്തെ വൈ ഇന്റർസെപ്റ്റ് എത്രയാടാ? 4. ഇത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം അല്ലേ. അതായത് ഒരു ലൈൻ എടുത്താൽ ആ ലൈൻ എക്സ് ആക്സിസിനെ എവിടെ കട്ട് ചെയ്യുന്നു അതിനെ പറയുന്ന പേരാണെന്ത്? എക്സ് ഇന്റർസെപ്റ്റ്. ഇപ്പൊ കട്ട് ചെയ്യുന്ന പോയിന്റ് 5 0 ആണെന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ് 5 0 അല്ല, എക്സ് മാത്രം പറഞ്ഞാൽ മതി 5. ഇനി വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? വൈ ഇന്റർസെപ്റ്റ്. അത് ആ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പൊ കട്ട് ചെയ്യുന്ന പോയിന്റ് 0 7 ആണെന്ന് പറഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് എത്രയാണ്? 7. ഓക്കെ അല്ലേ. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്താണ് നമ്മളുടെ പേര്? സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കാര്യം എന്താണെന്ന് പറയട്ടെ. ഇവിടെ നോക്ക്, നമുക്കൊരു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണുള്ളത്. ഈ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പും തരും
ഒരു ഇൻ്റർസെപ്റ്റും തരും. ഈ സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റുമാണ് തരുന്നതെങ്കിൽ തരുന്നതെങ്കിൽ അതിന് നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. ഓക്കെ അല്ലേ? ഇനി സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റുമാണ് തരുന്നതെങ്കിൽ അതിന് നമുക്ക് വൈ ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. അപ്പോൾ രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും തന്നാൽ ഒരു രീതി, സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും തന്നാൽ ഒരു രീതി. ഇത്രേ ഉള്ളൂ. അപ്പോൾ തുടങ്ങാം. ആദ്യം വൈ ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് തരും? ഇവൻ്റെ പേര് നോക്കിയേ, വൈ ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് തരാൻ പോകുന്നത് എന്തായിരിക്കും? വൈ ഇൻ്റർസെപ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ലൈൻ വൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് തരും. ആ വൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളേ, വൈനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. വൈ ഇൻ്റർസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സി എന്നാണ്. സി, മറന്നു പോകരുത്, സി വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? പിന്നെ ഇതിൻ്റെ സ്ലോപ്പും തരും. സ്ലോപ്പ് എന്താണ്? എം ആണെന്ന് പറയും. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റും സ്ലോപ്പും തന്നാൽ വൈ ഇൻ്റർസെപ്റ്റ് ഫോം. ഇക്വേഷൻ ഇത്ര ഉള്ളതാണ്. അതേ നോക്കിയോ, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇത്ര ഉള്ളു പരിപാടി. എന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇവിടെ വൈയും എക്സും വേരിയബിൾ ആണ്. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, സി എന്ന് പറഞ്ഞാൽ എന്താ? മറന്നു പോകരുത്, വൈ ഇൻ്റർസെപ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നിങ്ങളുടെ സംശയമൊക്കെ മാറും. ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറും. ഇവിടെ നോക്ക്, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ അല്ലേ? ഒരു ലൈൻ വരയ്ക്കുവാണ്. അത് കടന്നു പോകുന്ന പോയിന്റ് ശ്രദ്ധിക്കണേ, 0.8 ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്ലോപ്പ് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 0.8, അതായത് വൈയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, 0.8. അപ്പോൾ ഇവിടുത്തെ വൈ ഇൻ്റർസെപ്റ്റ് സി എത്രയാടാ? 8. സ്ലോപ്പ് എത്രയാടാ? 5. സി എത്ര കിട്ടി? 8. സ്ലോപ്പ് എത്രയാടാ? 5. അപ്പോൾ നമുക്ക് എഴുതാം y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അപ്പോൾ y ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 5x പ്ലസ് സി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് 8. ഇത്ര ഉള്ളു ഇക്വേഷൻ. ഇപ്പോൾ ചിലരുടെ മനസ്സിലൊരു സാധനം വന്നിട്ടുണ്ട്. നമുക്കൊരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്, സ്ലോപ്പ് ഇവിടെ തന്നിട്ടില്ലേ? അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം വഴി ചെയ്യാൻ പറ്റൂലേ? പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് സ്ലോപ്പ് ഫോം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഏത് ഫോമിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് പോയിന്റ് സ്ലോപ്പ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ കാര്യം. അതുകൊണ്ടാണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, ഇനി എക്സ് ഇൻ്റർസെപ്റ്റ് ഫോം കൂടി പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, എക്സ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ തരും? എക്സ് ഇൻ്റർസെപ്റ്റും സ്ലോപ്പും ആയിരിക്കും തരുന്നത്. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, അതായത് ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഒരു ലൈൻ എക്സിനെ കട്ട് ചെയ്യുന്നൊരു പോയിന്റ് തന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ഇൻ്റർസെപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡി എന്നാണ്. ഡി, മറന്നു പോകരുത്. ഇനി ഇതിൻ്റെ സ്ലോപ്പും തരും നമുക്ക്. സ്ലോപ്പ് എത്രയാണ്? എം. ഓക്കെ അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് തന്നാൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയും, എക്സ് ഇൻ്റർസെപ്റ്റ് തന്നു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡിയുമാണ്. മറന്നു പോകരുത്, വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡിയുമാണ്. അപ്പോൾ ഡി എന്താണ്? ഡി ആണ് എക്സ് ഇൻ്റർസെപ്റ്റ്. എം എന്താണ്? എം സ്ലോപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ലോപ്പും എക്സ് ഇൻ്റർസെപ്റ്റും തന്നാൽ വൈ ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ എക്സിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് പറഞ്ഞു. ഇതിപ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്യുന്നത് 50 ആണെങ്കിൽ അവിടുത്തെ എക്സ് ഇൻ്റർസെപ്റ്റ് എത്രയാടാ? 5. ഇതിൻ്റെ സ്ലോപ്പ് ഞാൻ 8 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, എക്സ് ഇൻ്റർസെപ്റ്റും തന്നു, സ്ലോപ്പും തന്നു. ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. അപ്പോൾ y ഈക്വൽ ടു എം എത്രയാണ്? 8 ഇൻറ്റു എക്സ് എത്രയാണ്? എക്സ് നമുക്കറിയാം, വേരിയബിൾ ആണ്. മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് 5. അപ്പോൾ y ഈക്വൽ ടു 8 ഉള്ളിലേക്ക് കൊടുക്ക്. 8 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ 8x മൈനസ് 8 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 40. ഇതെല്ലാം പെറുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ y മൈനസ് 8x പ്ലസ് 40 ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ. അപ്പോഴും നിങ്ങൾക്ക് വരും, ഒരു പോയിന്റും സ്ലോപ്പ് തന്നിട്ടുണ്ട്. പോയിന്റ് സ്ലോപ്പ് ഫോം വഴി ചെയ്യാൻ പാടില്ലേ? ചെയ്യാം.
അതുകൊണ്ടാണ് അവൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ ആ കാര്യം തന്നെ പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഫോമിലേക്ക് കിടക്കുവാണ്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇന്റർസെക്റ്റിംഗ് വൈ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 5 യൂണിറ്റ് ഡൗൺവേർഡ് പാർട്ട് ഓഫ് ഒറിജിൻ വിത്ത് സ്ലോപ്പ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. ഒരു ലൈൻ ഉണ്ട്, ആ ലൈൻ എവിടെയാണ് കട്ട് ചെയ്യുന്നത്? വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 5 യൂണിറ്റ് ഡൗൺവേർഡ് പാർട്ട് ഓഫ് ദ ഒറിജിൻ. അപ്പോൾ ഇതാണ് ഒറിജിൻ. ഈ ഒറിജിൻ്റെ താഴത്തേക്കുള്ള എത്രയാണ് 5 യൂണിറ്റ്സ് താഴത്തേക്ക് മാറിയ ഒരു പോയിന്റ് വന്നു. ഇവിടെയാണ് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെയാണ് ആ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് എത്രയാണ്? 4. വൈ ആക്സിസിനെ കട്ട് ചെയ്താൽ ഇതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? സീന് നമുക്ക് എന്ത് പറയാം? 5 എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ എന്താണ്? y = mx + c. അപ്പോൾ y = സ്ലോപ്പ് എത്രയാണ്? 4x പ്ലസ് സി എത്രയാണ്? 5. ഇത്രേ ഉള്ളൂ, ഇക്വേഷനായി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ഇക്വേഷനും ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ലൈൻ പഠിച്ചു, വെർട്ടിക്കൽ ലൈൻ പഠിച്ചു, പോയിന്റ് സ്ലോപ്പ് ഫോം പഠിച്ചു, 2 പോയിന്റ് ഫോം പഠിച്ചു, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചു. ഏറ്റവും അവസാനം ഇന്റർസെപ്റ്റ് ഫോം. ഏറ്റവും അവസാനത്തതാണ് ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കടക്കാം. എന്താണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ. അതായത് നേരത്തെ പറഞ്ഞ ഇന്റർസെപ്റ്റുകളില്ലേ, എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും, ഇത് രണ്ടും തരും നമുക്ക്. എന്താണ്? എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഇത് രണ്ടും തരും എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇത് എക്സ്, ഇത് വൈ. ഒരു ലൈൻ ദേ ഇവിടെ കട്ട് ചെയ്ത് പോവുകയാണ്. ഓക്കെ അല്ലേ? ഇനി ഇത് കട്ട് ചെയ്ത പോയിന്റ് A0 ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ് ഏതാടാ? എ. ഓക്കെ അല്ലേ? ഇവിടെ വൈയിൽ കട്ട് ചെയ്ത പോയിന്റ് 0B ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വൈ ഇന്റർസെപ്റ്റ് ഏതാടാ? സി എത്രയാടാ? ബി. അപ്പോൾ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റും തന്നു, വൈ ഇന്റർസെപ്റ്റും തന്നു അല്ലേ? എക്സ് ഇന്റർസെപ്റ്റും തന്നു, വൈ ഇന്റർസെപ്റ്റും തന്നു. എങ്ങനെയാണ് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തന്നത്? നോക്കിയേ, ഇത് എക്സ്, ഇത് വൈ. എക്സ് ഇന്റർസെപ്റ്റ് ഏതാണ്? എ അല്ലേ? വൈ ഇന്റർസെപ്റ്റ് ഏതാണ്? ബി. അങ്ങനെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തന്നാൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. എക്സ് ബൈ എന്താണോ എക്സ് ഇന്റർസെപ്റ്റ് അതെഴുതുക, പ്ലസ് വൈ ബൈ എന്താണോ വൈ ഇന്റർസെപ്റ്റ് അതെഴുതുക, =1. ഇതാണ് ഇക്വേഷൻ. ഇത്ര ഉള്ളടാ. ദേ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നോക്ക്, ഇത് എക്സ്, ഇത് വൈ. എക്സിനെയും വൈനെയും കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് 5ഉം ഒരു പോയിന്റ് 7ഉം ആണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് 5ഉം വൈ ഇന്റർസെപ്റ്റ് 7ഉം. അപ്പോൾ ഇക്വേഷൻ എന്താകും? x/5 പ്ലസ് y/7 = 1. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 7 ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 7 × x 7x പ്ലസ് 5 × 5 y 5y 7 × 5 35 = 1. ഈ 35 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ 7x പ്ലസ് 5y 35 × 1 ചെയ്യുമ്പോൾ 35. ഇക്വേഷനായി. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ഇന്റർസെപ്റ്റ് -3 and 2 ഓൺ എക്സ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ നോക്കി, ഇനി ഞാൻ പടം വരയ്ക്കുന്നില്ല. എക്സ് ഇന്റർസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു? എക്സ് ഇന്റർസെപ്റ്റ് -3. വൈ ഇന്റർസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു? വൈ ഇന്റർസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു? 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? x/x ഇന്റർസെപ്റ്റ് പ്ലസ് y/y ഇന്റർസെപ്റ്റ് =1. അപ്പോൾ 2 × x ചെയ്യുമ്പോൾ 2x -3 × y ചെയ്യുമ്പോൾ എന്ത് വരും? -3y വരുവേ. ബൈ -3 × 2 ചെയ്യുമ്പോൾ -6 വരും =1. ഈ -6 അപ്പുറത്തേക്ക് പോരട്ടെ. അപ്പോൾ 2x - 3y -6 എന്ന് ആൻസർ വരും. ഇതാണ് ഇക്വേഷൻ. ഇപ്പോൾ ലൈനിൻ്റെ എല്ലാ ഇക്വേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് ഇത്ര ഉള്ളൂ കാര്യം. ശ്രദ്ധിച്ചേ, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്, ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? എക്സിന് പാരലായിട്ട് പോകുന്ന ലൈനുകളാണ്. അതിന് നമ്മൾ y = എന്ന് പറയുന്നൊരു ഫോമിലാണ് എഴുതുന്നത്. വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ വൈക്ക് പാരലായിട്ട് വരുന്ന ലൈനുകളാണ്. അതിനെ നമ്മൾ x = എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. പോയിന്റ് സ്ലോപ്പ് ഫോമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. y - y1 = m × x - x1.
ട്യൂബ് പോയിന്റ് ഫോം നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് വെച്ച് തന്നെയാണ് എഴുതുന്നത്. അടുത്തത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എക്സ് ഇൻ്റർസെപ്റ്റ് ഫോം, അതായത് y ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡിയും, ഒന്ന് വൈ ഇൻ്റർസെപ്റ്റ് ഫോം y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അവസാനത്തെ ഇൻ്റർസെപ്റ്റ് ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവനാണെന്ന് പറയുന്ന കാര്യം, ഏത് മോഡലിൽ ക്വസ്റ്റ്യൻ വന്നാലും ഇവനെ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എങ്കിൽ, നിങ്ങൾ ഈ മൂന്നാമത്തെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഏത് ചോദ്യം വന്നാലും അവിടുന്ന് നിങ്ങൾക്കൊരു പോയിന്റും സ്ലോപ്പും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ആണ്, ലൈനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസിലുള്ളത്. ഓക്കെ അല്ലേ? ഭയങ്കര എളുപ്പമാണ്. വളരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ അല്ലേ മക്കളെ?